ശബരിമലയിൽ സർക്കാർ നിലപാടിനെ പിന്തുണച്ചിരിക്കുകയാണ് NSS. അയ്യപ്പ സംഗമം തെറ്റുതിരുത്താനാണ് എന്ന് ജി സുകുമാരൻ നായർ പറയുന്നു. നാമജപ പ്രതിഷേധത്തിൽ നിന്ന് കോൺഗ്രസും BJPയും ഒളിച്ചോടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ശരിയായ രീതിയിലാണ് എന്നും കുറ്റക്കാർ തന്ത്രിയായാലും മന്ത്രിയായാലും ശിക്ഷിക്കപ്പെടണമെന്നും ജി സുകുമാരൻ നായർ പ്രതികരിച്ചു. സ്ത്രീകളെ കയറ്റാനുള്ള ശ്രമം നടത്തി, മറ്റ് ആചാരങ്ങൾ തെറ്റിക്കാൻ നോക്കിയപ്പോൾ NSS ശക്തമായിട്ട് അതിനെ എതിർത്തു. പക്ഷേ ഈ തെറ്റ് ചെയ്ത ഗവൺമെൻറ് തന്നെ ആ തെറ്റ് തിരുത്താൻ തയ്യാറാകുമ്പോൾ നമ്മൾ അവരുടെ ആ പ്രവൃത്തി അംഗീകരിക്കണ്ടേ? ശബരിമലയിലെ തിരുത്തിനും അയ്യപ്പ സംഗമത്തിനും 100-ൽ 100 മാർക്കാണ് പിണറായി സർക്കാരിന് സുകുമാരൻ നായർ നൽകുന്നത്. യുവതീ പ്രവേശം നടത്താൻ ഈ സർക്കാർ ശ്രമിച്ചു. എന്നാൽ അതിനെ NSS എതിർത്തു. അന്ന് വോട്ട് കിട്ടാൻ BJPയും കോൺഗ്രസും കൂടി. പിന്നീട് അവർ അതുപേക്ഷിച്ചു പോയി. NSS കേസുമായി മുന്നോട്ട് പോയി. സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞു. സ്ത്രീകളെ കയറ്റരുതെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ ഇന്ന ഏജിനകത്തുള്ള സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞിട്ട് അതൊരു കീഴ്വഴക്കമാണ്. അതിനുവേണ്ടി പറയാൻ ഒരുത്തരും ഇവിടെ ഇല്ലായിരുന്നു. അത് ഖണ്ഡിച്ചു ഈ ഗവൺമെന്റ്. NSS ശക്തമായിട്ട് അതിനെ എതിർത്തു. ശബരിമലയിൽ ആചാരവും അനുഷ്ഠാനവും എല്ലാം പഴയതുപോലെ നടക്കണമെന്ന് ജി സുകുമാരൻ നായർ പറയുന്നു. തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റിലും ജി സുകുമാരൻ നായർ പ്രതികരിച്ചു. തെറ്റ് ചെയ്തത് ആരായാലും കർശന ശിക്ഷ കൊടുക്കണം. അത് കണ്ടുപിടിക്കട്ടെ, ആരാണേലും കണ്ടുപിടിക്കട്ടെ. ഞങ്ങൾ അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ആരാണേലും കണ്ടുപിടിക്കണം, കർശനമായ ശിക്ഷ കൊടുക്കണം. ഈ തൊണ്ടി മുതലെല്ലാം വീടാക്കണം. അതിന് തന്ത്രി ആയാലും കൊള്ളാം, മന്ത്രി ആയാലും കൊള്ളാം, ആരായാലും. തന്ത്രി ദൈവത്തിന് തുല്യനല്ല. ഈ തന്ത്രിയുടെ സഹോദരൻ മുൻപ് വേറെ ഒരു കേസിൽ പെട്ടില്ലേ? അയ്യപ്പനെ തൊട്ടാൽ കുടുംബം വെളുക്കുമെന്നും സുകുമാരൻ നായർ. ശബരിമല ഇതൊന്നും ബാധിക്കില്ല. കാരണം ഞങ്ങളുടെ വിശ്വാസം ഇതെല്ലാം നിയന്ത്രിക്കുന്ന അവിടെ ഇരിക്കുന്ന കുടികൊള്ളുന്ന ഭഗവാൻ തന്നെയാണ്. കാരണം ഇതുണ്ടാക്കുന്നതുമല്ല, കളനെ പിടിക്കുന്നതുമല്ല, അവൻ്റെ കുടുംബം വെളുപ്പിച്ച് മാറുള്ളൂ. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാരിനെതിരെ കടുത്ത നിലപാടെടുത്ത NSS അയ്യപ്പ സംഗമത്തോടെ മലക്കം മറിഞ്ഞു. NSSന്റെ മാറ്റം തിരഞ്ഞെടുപ്പിൽ LDFനെ തുണയ്ക്കുമോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.